ഹലോ. അപ്പം ഇന്ന് കുഞ്ഞൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നു മോന് ഇന്ന് 3 വയസ്സായിരിക്കുകയാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടു. ഞാനൊരു ധാവണിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ബ്ലൗസ് കുറച്ച് ലൂസായിരുന്നു. പിന്നെ എനിക്കെന്തോ അതൊരു ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നി. അങ്ങനെ ഇതാ റെഡി ആയിട്ട് ഇവർ ആണുങ്ങൾ ഫുള്ള് മുണ്ടും പിന്നെ ഇതാ മറ്റേ തോർത്തൊക്കെ ആയിരുന്നു കേട്ടോ. തോർത്ത് മീൻസ് ആ ഷോൾ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ലുക്കിന് ശ്രീജോട്ടിനെയും മോനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരോടും ഞാൻ നിർബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതന്നെ ഇടണം എന്നുള്ളത്. അങ്ങനെ എല്ലാവരും അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയപ്പോൾ നവരാത്രി സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂ നോക്കൂ, നല്ല ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 200 രൂപയുടെ ഒരു റെസിപ്റ്റ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട്. കുഞ്ഞു മക്കളും പിന്നെ കുറച്ച് വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് നമ്മളായിരുന്നു കുഞ്ഞൂട്ടനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവന് ശ്രീജോടിൻ്റെ മടിയിൽ ഞാൻ കുറേ ഇരുത്താൻ നോക്കി. പക്ഷേങ്കിൽ അവന് ഇരിക്കാൻ പറ്റുന്നില്ല അവരുടെ മടിയിൽ. മുണ്ടെടുത്തത് കൊണ്ട് തന്നെ ആ മുണ്ടിങ്ങനെ കുറച്ചിങ്ങനെ എന്താ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോൾ അവനത് ഇരിക്കാൻ കംഫർട്ടബിൾ അല്ല. അങ്ങനെ അവൻ പിന്നെയും വന്ന് എൻ്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഈ കൊല്ലൂർ നിന്നാണ് എൻ്റെ മോന് ചോറ് കൊടുത്തതും അതേപോലെ തന്നെ എഴുത്തിനിരുത്തിയതും എല്ലാം കൊല്ലൂർ മൂകാംബിക അമ്മയുടെ അടുത്തു നിന്നാണ് കേട്ടോ. കൊല്ലൂരിൽ ഞാൻ 5 months പ്രഗ്നൻ്റ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ദൈവത്തോട് പ്രാർത്ഥിച്ചതായിരുന്നു എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ചോറും കൊടുക്കും, അതേപോലെ തന്നെ എഴുത്തിനും ഇവിടെ തന്നെ ആയിരിക്കും ഇരുത്തുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് എല്ലാം സാധിക്കാൻ പറ്റി. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പ്രഗ്നൻസി ടൈമും അതേപോലെ തന്നെ മോനെ ഡെലിവറി കഴിഞ്ഞ സമയത്തുള്ള ചില നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഞാൻ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈം ആയാലും ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് മോന് 1 വയസ്സ് വരെയുള്ള ടൈമിൽ ഞാൻ അത്രയ്ക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മനസ്സിൽ എപ്പോഴും സങ്കടങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പ്രഗ്നൻസി ഒക്കെ പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, മീൻസ് ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ എനിക്ക് നല്ല രീതിക്കുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ലൈഫിൽ. ഓക്കെ, അതെന്തേലും ആവട്ടെ, അതൊക്കെ എൻ്റെ കഴിഞ്ഞ സംഭവങ്ങളാണ്. എനിക്ക് പെട്ടെന്ന് ഓടി വന്നു എൻ്റെ മനസ്സിലേക്ക്. ഞാൻ ഒട്ടും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളും ആണത്. അപ്പോൾ മോന് എഴുത്തിനൊക്കെ ഇരുത്തി എഴുതിച്ചൊക്കെ കഴിഞ്ഞു. എന്നിട്ട് സ്വാമിക്ക് ക്യാഷ് ഇങ്ങനെ ദക്ഷിണ കൊടുക്കണമല്ലോ, അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ആശ്വാസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് പോയിട്ട് തൊഴുതിട്ടില്ലല്ലോ, അങ്ങനെ തൊഴാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ക്യൂ ഇങ്ങനെ നീങ്ങി പോവണ്ടേ, അതുകൊണ്ട്. എന്നാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത്. കാരണം അതൊരു ഉച്ചയാവാനായിട്ടുണ്ടായിരുന്നു, ഒരു 12 മണിയോ അങ്ങനെ എന്തോ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവരാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ എന്തോ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പെട്ടെന്ന് ഉള്ളിലോട്ട് വിട്ടു. പിന്നെ ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ ഇങ്ങനെ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അത് എന്തിനാന്ന് എനിക്കറിയില്ല, എന്തോ നേർച്ചയാണെന്നോ എന്താണെന്ന് അറിയത്തില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഞാൻ കണ്ടു. അങ്ങനെ അകത്തോട്ട് കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. നല്ല രീതിക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. പക്ഷേങ്കിൽ ഫോണ് ഉള്ളിൽ അലോഡ് അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ നിന്ന് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ പുറത്ത് ഒരുപാട് ദൈവങ്ങളുണ്ട്, അവിടെയൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ എപ്പോൾ കൊല്ലൂർ വന്നാലും ഞാൻ ഈ നന്ദിയുടെ ചെവിയിൽ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടേ ഞാൻ പോവാറുള്ളൂ. അത് അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഇത് അവിടുത്തെ പൂജയുടെ സമയത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. എന്താ പറയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ പൂജയുടെ സമയത്തുള്ള ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ 3 പ്രാവശ്യം വരുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ എന്തോ പൂരിയോ എന്തോ ആണ് കഴിച്ചത് ഞാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമ്മളുടെ സൗപർണിക റിവർ ഉണ്ടല്ലോ, അവിടെ പോയി. അവിടെ കുറേ ഇതുപോലത്തെ മങ്കീസ് ഉണ്ട് കേട്ടോ. കുഞ്ഞു മങ്കീസും പിന്നെ കുറേ വലിയ മങ്കീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ബന്ന് പിന്നെ കടല ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ്. കുഞ്ഞുട്ടന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. കാരണം അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. മങ്കീസ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കളിയൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര അത്ഭുതമാണ് അതൊക്കെ കാണുമ്പോൾ. കാരണം കുഞ്ഞിനത് ഇതുവരെ കണ്ടിട്ട് അറിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ടൈം. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാസർഗോഡേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കൊല്ലൂർ പോകുന്ന വഴിക്ക് തന്നെ ഉടുപ്പിയിൽ ഞങ്ങൾ
അവിടെ ഒരു ശ്രീകൃഷ്ണ ടെമ്പിൾ ഉണ്ട്. അപ്പൊ അവിടെയും കൂടി കയറണം. അങ്ങനെ ഒന്നാമത് എല്ലാവരും ടയേർഡായിട്ട് ശരിക്കും ഉറക്കം ശരിയായിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ ഉടുപ്പി ടെമ്പിളിൽ പോകണ്ടെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞാൻ വിട്ടില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അത് മാത്രമല്ല ഇനി ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇനി വരലൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് ഉടുപ്പി ടെമ്പിളിൽ പോയി അവിടെ നല്ല രീതിക്ക് പ്രാർത്ഥിക്കാനും പറ്റി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കാസർഗോഡ് എത്തി. അവിടുന്ന് ഒരു കാസർഗോഡ് ഹോഞ്ചോ ഹോട്ടലിൽ പോയിട്ട് നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരുടെ ടാറ്റയും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. മണിയേട്ടനും മരുണേട്ടനും അവരുടെ ടീംസൊക്കെ അവരുടെ വീട്ടിലോട്ട് പോയി. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.